Hello everyone. Now ഇന്നത്തെ സെഷൻ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എക്സൽ ഡെവലപ്പ് ചെയ്ത സ്പെഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ദാറ്റ്സ് കോൾഡ് ക്രെഡിറ്റ് ബിൽ മാനേജ്മെന്റ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും ഒരു ഫാക്ട് ആണ്, ഇപ്പോഴത്തെ മെജോറിറ്റി ഓഫ് ബിസിനസ് റൺ ചെയ്യുന്നത് ത്രൂ ക്രെഡിറ്റ് ബേസിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ദ പേയ്മെന്റ് ട്രാക്കിംഗ്, ഇൻവോയ്സ് ഫോളോ അപ്പ് എന്നുള്ളത് ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. ഇപ്പൊ കാണിക്കാൻ പോകുന്ന സിസ്റ്റം ഏതൊരു ഓർഗനൈസേഷൻ സ്യൂട്ട് ആവും. സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, ഇവൻ ലാർജ് ലെവൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ. ഞാൻ ഫസ്റ്റ് അതിന്റെ ഡെമോ കാണിച്ചു തരാം, അതിനുശേഷം അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ മുന്നിൽ ഈ ഡാഷ്ബോർഡ് ആയിരിക്കും ഇതിൻ്റെ എൻഡ് റിസൾട്ട് ആയിട്ട് ഞാൻ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഡെമോ ആണ് വിത്ത് സാമ്പിൾ ഡാറ്റ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഡെമോ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് KT-യിലേക്ക് കിടക്കാം, അതിൽ നോളജ് ട്രാൻസ്ഫറിലേക്ക് കിടക്കാം. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം അതിൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ താഴെയുള്ള ടാബിൽ കാണാം ലിസ്റ്റ് ഓഫ് ഇൻവോയ്സസ്. ഓൾമോസ്റ്റ് 10 ഇൻവോയ്സ് ഉണ്ട്, ഓൾറെഡി എൻ്റർ ചെയ്തതാണ്. ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, കസ്റ്റമർ നെയിം, ഡ്യൂ ഡേറ്റ്, ഇൻവോയ്സ് എമൗണ്ട് ആൻഡ് ടോട്ടൽ പെയ്ഡ്. ഇവിടെ ടോട്ടൽ പെയ്ഡ് ഉദ്ദേശിച്ചത് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് ആണെങ്കിൽ അതും കാണിക്കും. അപ്പോൾ എത്രയാണോ എമൗണ്ട് കൊടുത്തത് അഗൈൻസ്റ്റ് റെസ്പെക്റ്റീവ് ഇൻവോയ്സ് അതവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണിത്. ഓക്കെ, ഇവിടെ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ്, അതായത് ഫോർമുല ബിൽഡ് ചെയ്തതാണ്. നിങ്ങൾ മാനുവലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നത് മാനുവലി ഈ സെക്ഷനാണ്, ഇവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആവും. ഓക്കെ, ഈ സെക്ഷനിൽ ഉപയോഗിച്ച് 90% ഫംഗ്ഷൻസും ഈ ഫംഗ്ഷൻസ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്, അത് കൺട്രോൾക്ക് പെട്ടെന്ന് ക്യാച്ച് ആവും. ഓക്കെ, ഈ ഒരു ടാബിലുള്ള ഹെഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏജിങ് ഉദ്ദേശിച്ചത് എപ്പോഴാണോ ഡ്യൂ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തൊട്ടിട്ട് എത്ര ദിവസം ഓൾറെഡി പാസ്ഡ് ആയി അല്ലെങ്കിൽ ഓവർ ഡ്യൂ ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം, അമിത് എന്നുള്ള കസ്റ്റമറിന് ഇൻവോയ്സ് ഡേറ്റ് January 15th ആണ്, പക്ഷേ മൂപ്പര് പേ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് February 14th ആണ്. ഇന്നത്തെ ഡേറ്റ് ഇവിടെ കാണാം, സിസ്റ്റം ഓട്ടോമാറ്റിക് January 22, ഓൾറെഡി 91 days പാസ്ഡ് ആയി. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും. ഇവിടെ 4 കാറ്റഗറി അങ്ങനത്തെ ഉള്ളത്, 1 to 30 days, 31 to 60, 61 to 90 ആൻഡ് റെസ്റ്റ് 91+. ക്ലിയർ? നെക്സ്റ്റ് ആണ് ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ബാലൻസ് എത്രയാണ് പേ ചെയ്യാന്നുള്ളത് കസ്റ്റമർ. അടുത്തത് സ്റ്റാറ്റസ് പാസ്റ്റ് ഡ്യൂ ഉദ്ദേശിച്ചത് ഇത് ഓൾറെഡി ക്ലോസ്ഡ് ചെയ്ത്, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞത്. സെറ്റിൽഡ് ഇനിയൊന്നുമില്ല, എല്ലാം സെറ്റിൽ ചെയ്തതാണ്. കറണ്ട് ഉദ്ദേശിച്ചത് ഡ്യൂ ഡേറ്റ് കഴിയാത്തത്, ഇപ്പോൾ റണ്ണിങ്ങിലുള്ളത്. ഓക്കെ, ഈ കാണുന്ന ഏറ്റവും ലാസ്റ്റ് കോളാണ് ഫിൽറ്ററിങ്, അതായത് ഫിൽറ്ററിങ് ഫംഗ്ഷനാലിറ്റി. അതായത് റെസ്പെക്റ്റീവ് റോസിൽ നിന്നും ഡാറ്റ ഈ സ്ലൈസറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 2 സ്ലൈസർ കാണാം, റൈറ്റ്? സ്ലൈസർ ഉദ്ദേശിക്കുന്നത് ഫിൽറ്ററിംഗ് എന്നാണ് ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റാറ്റസിൽ നിന്ന് ഞാൻ പാസ്റ്റ് ഡ്യൂ മാത്രം ക്ലിക്ക് ചെയ്തു, ആ ഡാറ്റ മാത്രം ജനറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഏജിംഗ് നിന്നും 60 to 90 days മാത്രം ക്ലിക്ക് ചെയ്തു, അത് മാത്രം ജനറേറ്റ് ചെയ്തു. അഗ്രിഗേറ്റ് ഫംഗ്ഷനുള്ള ചെറിയൊരു ഫോർമുല വെച്ചാണ് ഇവിടെ ബിൽഡപ്പ് ചെയ്തത്, നിങ്ങൾക്ക് ഇവിടെ കാണാം, റൈറ്റ്? അതെന്താണെന്നുള്ളത് ഞാൻ KT സെഷനിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അൺഫിൽറ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്ലൈസർ എന്താണെന്ന് മനസ്സിലായി. നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ സെറ്റിൽഡ് മാത്രം സെലക്ട് ചെയ്തു, സെറ്റിൽ ചെയ്ത് മാത്രം, അതായത് പേയ്മെൻറ്റ് ഫുൾ പോയത്. പാസ്റ്റ് ഡ്യൂ മാത്രം സെലക്ട് ചെയ്തു, അത് മാത്രം വന്നു. അപ്പം നിങ്ങൾ ഈ ടാബിൽ ശ്രദ്ധിക്കുന്ന കൂടെ മുകളിൽ ശ്രദ്ധിക്കുക, ഇവിടെ മാറുന്നത് കാണാം, കറണ്ട് മാറി. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അൺഫിൽറ്റർ ചെയ്തു. ഈ ടോപ്പ് റൈറ്റ് കോർണർ കാണാം ഒരു ക്ലിയർ ഫിൽറ്റർ എന്ന ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അൺഫിൽറ്റർ ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ഏജിങ് അറിയണം, 1 to 30 days, അത് ക്ലിക്ക് ചെയ്തു, അത് മാത്രം വന്നു. 31 to 60 days, അത് മാത്രം വന്നു. കംപ്ലീറ്റ് മാറുന്നത് കാണാം, റൈറ്റ്? ജസ്റ്റ് ഒന്ന് അൺഫിൽറ്റർ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഏജിങ് ഇൻവോയ്സസ് എമൗണ്ട്, അതായത് ഇപ്പോൾ ബൈ ഡിഫോൾട്ട് എല്ലാ ഇൻവോയ്സും കാണിക്കുന്നുണ്ട്, അതിൻ്റെ ടോട്ടൽ ഏജിങ് വൈസ്, അതിൻ്റെ ഏജിങ് വൈസ് റിപ്പോർട്ട് ഇവിടെ കാണിക്കുന്നു. ഓക്കെ, 1 to 30 days, നമ്പർ ഓഫ് ഇൻവോയ്സ് 2 ഇൻവോയ്സ് ഉണ്ട്, ടോട്ടൽ എമൗണ്ട് 18,600. 31 to 60 days 3 ഇൻവോയ്സ് ഉണ്ട്, 6,200. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ഇവിടെ ജനറേറ്റ് ആയി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ഇൻവോയ്സ് മാത്രത്തിനുണ്ട്, ടോട്ടൽ 2 ഇൻവോയ്സ് കറണ്ട് ഇൻവോയ്സിന് ടോട്ടൽ വാല്യൂ ആണ് 1,200. അത് പാസ്റ്റ് ഡ്യൂ 7 ഇൻവോയ്സ് ഉണ്ട്, 28,200. അതായത് 7 2 9, ഒന്ന് ഓൾറെഡി സെറ്റിൽഡ് ആയി, റൈറ്റ്? അപ്പോൾ ടോട്ടൽ 10 ഇൻവോയ്സ് ആയി ഇവിടെ. നെക്സ്റ്റ് ആണ് ക്യാഷ് ഫോർകാസ്റ്റ്. വളരെ ഇമ്പോർട്ടൻറ്റും വളരെ യൂസ്ഫുൾ ഉള്ള സംഭവമാണ്. കാരണം നെക്സ്റ്റ് 7 daysനുള്ളിൽ എത്ര എമൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് 30 daysനുള്ളിൽ എത്ര പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതുണ്ടാവുന്നത് നല്ലതായിരിക്കും, കാരണം നിയർ ഫ്യൂച്ചറിൽ ഒരു എമൗണ്ട് കിട്ടുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ ക്യാൻ പ്ലാൻ അറൗണ്ട്, റൈറ്റ്? ഈ ടോപ്പ് കോർണറിൽ കാണുന്ന ഡേറ്റ് സിസ്റ്റം ഡേറ്റ് തന്നെയാണ്, ഓട്ടോമാറ്റിക്കലി ഇത് ക്യാപ്ചർ ചെയ്യാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊരു എൻട്രി പാസ് ചെയ്തൊക്കെ അവിടെ. എന്നിട്ട് ഡേറ്റ് ഇട്ടു, ഒരു റാൻഡം ആയിട്ട് ഇൻവോയ്സ് നമ്പർ കൊടുത്തു, അമിതാഭ്, ആൻഡ് ഡ്യൂ ഡേറ്റ് 2,000 ആൻഡ് 1,000 അഡ്വാൻസ് ആയി കൊടുത്തു. ഇവിടെ റിഫ്ലക്റ്റ് ആയത് കാരണം ഞാൻ ഫോർമുല ഡ്രാഗ് ചെയ്തില്ല, അതിന് തൊട്ട് മുമ്പത്തെ ഫോർമുല കൺക്ലൂഡ് ചെയ്ത കംപ്ലീറ്റ് റോ സെലക്ട് ചെയ്തു, ജസ്റ്റ് ഡ്രാഗ് ചെയ്തു, ഇവിടെ വന്നു. സി കറണ്ട് കാണിക്കാൻ കാരണം ഡ്യൂ ഡേറ്റ്
പാസ് ചെയ്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി വേറൊരു ക്രൈറ്റീരിയ ഇവിടെ മാറുന്നത് കാണിച്ചു തരാം. ഈ 2000 പകരം അമിത ബൈ മിസ്റ്റേക്ക് 5000 ട്രാൻസ്ഫർ ചെയ്തു NEFT വഴി. 5000 ഇവിടെ നോക്കൂ, -3000 ഓവർ പെയ്ഡായി കാണിച്ചു. ഇവിടെ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റാറ്റസിൻ്റെ ഏതെങ്കിലും ഒരു സെല്ലിൽ കേസർ പ്ലേസ് ചെയ്ത് ഇവിടെ കാണാം ഒരു ഫോർമുല ബിൽഡപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കാണാം സിമ്പിളായിട്ടുള്ളത്, അതായത് ഇൻവോയ്സ് മൈനസ് ടോട്ടലാണ്. അതുപോലെ തന്നെ ഏജിങ്ങിലും കാണാം ഇഫ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തത്, റൈറ്റ്. ഇനി ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കുറച്ച് ഇൻഫർമേഷൻ ഇൻസേർട്ട് ചെയ്യാൻ വിട്ടുപോയി, ഡ്യൂ ഡേറ്റോ അല്ലെങ്കിൽ ഇൻവോയ്സ് എമൗണ്ടോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ നെയിമോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഡ്യൂ ഡേറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വിട്ടുപോയി, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്, ഇവിടെ എററായി വന്നു. അതൊരു കണ്ടീഷനാണ്, അതായത് ഇമ്പോർട്ടൻസ് സെല്ലിൽ ഏതെങ്കിലും ഇൻഫർമേഷൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ എററായി കാണിക്കണം എന്നുള്ളതിൽ. ഈ കസ്റ്റമർ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ തന്നെ സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ജോൺ എന്ന കസ്റ്റമർ വേണം, ജോൺ എൻ്റർ ചെയ്തു, കംപ്ലീറ്റ് റിസൾട്ട് കിട്ടി. ജോണിൻ്റെ സ്റ്റാറ്റസ് ആണത്. 1 to 30 days ഇൻവോയ്സ് ഒന്നാണുള്ളത്, അത് 600 ടോട്ടൽ. 31 to 60 days ഇത്ര എമൗണ്ട് ഉണ്ട്, അതിൽ പാസ്റ്റ് ഡ്യൂ 3 ഉണ്ട്, 4800. അതായത് ഇതിൻ്റെ ടോട്ടലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇമ്രാൻ സെർച്ച് ചെയ്തു. ഇമ്രാൻ്റെ 2 ഇൻവോയ്സ് ആണ്, ഒന്നാണെങ്കിൽ കറൻ്റ് ആണ്, പാസ്റ്റ് ഡ്യൂ ആയിട്ടില്ല, 700 ആണ്. അടുത്തത് 18,800, അത് ഓൾറെഡി 1 to 30 ഡേയ്സിൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അൺഫിൽട്ടർ ചെയ്തു. ഇനി ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കറൻസി അല്ലെങ്കിൽ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരു പർട്ടിക്കുലർ കോളത്തിൻ്റെ. ഫോർ എക്സാമ്പിൾ ഞാനത് ജസ്റ്റ് ഒന്ന് INR കറൻസി ഇൻസേർട്ട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഏത് കോളത്തിലെ ഡാറ്റയാണോ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത് ആ സ്പെസിഫിക് കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, പ്രസ് Ctrl+1. അപ്പോൾ ഈ ഫോർമാറ്റ് സെല്ലിൻ്റെ ആ ഒരു വിൻഡോ വന്നു. ഇവിടെ വേണമെങ്കിൽ കറൻസി എനിക്ക് ഒഴിവാക്കിയിട്ട് സാധാ ജനറൽ ഇടാം. ഫോർ എക്സാമ്പിൾ ജനറൽ സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു, നോർമലിലേക്ക് മാറി. എനിക്ക് വീണ്ടും കറൻസി ഇടണമെങ്കിൽ പ്രസ് Ctrl+1, ഗോ ടു കറൻസി. ഏത് കറൻസി സിമ്പിളാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ടില്ല. ശേഷം ഡെസിമൽ പ്ലേസസ് ഞാൻ ജസ്റ്റ് 0 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു. ഇനി നിങ്ങളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും ക്യാഷ് ഫോർക്കാസ്റ്റിൻ്റെ മൈനസ് വാല്യൂ ആയിരുന്നു. അതിവിടെ -3000 ഇവിടെ ഓവർ പെയ്ഡ് ആയിട്ടുണ്ട്, ബൈ മിസ്റ്റേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് 1000 അടിക്കാണ്. കംപ്ലീറ്റ് വാല്യൂ മാറി ഇവിടെ, റൈറ്റ്. ഇനി എനിക്കൊരു സ്പെസിഫിക് ക്രൈറ്റീരിയ വെച്ചിട്ട് ഡ്യൂ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആണോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്രൈറ്റീരിയ വെക്കാണ്, ഇൻവോയ്സ് ഡേറ്റ് എന്നും 30 ദിവസം കഴിഞ്ഞാണ് ഡ്യൂ ഡേറ്റ്, അല്ലെങ്കിൽ 45 ദിവസം കഴിഞ്ഞാണ് ഡ്യൂ ഡേറ്റ് വേണ്ടത്. അതുകൊണ്ട് ഡ്യൂ ഡേറ്റിൻ്റെ അണ്ടറിലുള്ള ഫസ്റ്റ് സെല്ലിൽ കേസർ വെക്കുക, = ഇൻവോയ്സ് ഡേറ്റിൻ്റെ സെല്ല് സെലക്ട് ചെയ്യാം, +30 എൻ്റർ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ കോർണറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, കംപ്ലീറ്റ് മാറി. 15/2/2020 നെക്സ്റ്റ്. അതിന് ഡ്യൂ ഡേറ്റ് വരുന്നത് 16/3, 30 ദിവസം കഴിഞ്ഞിട്ട്. വെരി ലാസ്റ്റ് എനിക്ക് ഇതിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി അഡീഷണൽ കോളം ഇതിൽ ഇൻസേർട്ട് ചെയ്യാം ഫോർ സ്പെഷ്യൽ കമൻറ്റ്സ്, നോട്ട്സ്, റിമാർക്സിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഗോ ടു ലാസ്റ്റ് കോളം ആൻഡ് ക്ലിക്ക് ഓൺ ഇൻസേർട്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഇൻസേർട്ട് ആയിക്കോളും. സോ ദ സിസ്റ്റം ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ്. ഇനി നമുക്കിത് എങ്ങനെ ബിൽഡപ്പ് ചെയ്തെന്നുള്ളത് നമ്മളെ നോളജ് ട്രാൻസ്ഫർ സെഷനിൽ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് KT സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് വെരി സിമ്പിൾ ആൻഡ് പ്ലെയിൻ ടെംപ്ലേറ്റ് ആണ്. ഇതിൻ്റെ മേലെ ഞാൻ മേക്കപ്പും അതേമാതിരി തന്നെ ഡിസൈനും ചെയ്യാൻ പോകുന്നില്ല, വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വേണ്ടത് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യാം. കഴ്സർ ഇവിടെ പ്ലേസ് ചെയ്യുക, = ടുഡേ, ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ്, എൻ്റർ. ക്യാപ്ചർ ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നേരത്തെ ഞാൻ കണ്ടത് ജസ്റ്റ് 22 മാത്രം. ജസ്റ്റ് അത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൂ. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കസ്റ്റംസ് കാണാം. അതിൽ കുറച്ച് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ DDMMY, അതായത് ഡേറ്റ് മന്ത് YY ഉള്ളത് ജസ്റ്റ് ഒന്ന് MMYY ഡിലീറ്റ് ചെയ്യുക, DD മാത്രം വെക്കുക, അതായത് ഡേറ്റ് മാത്രം വെക്കുക. ഇവിടെ കാണാം അതിൻ്റെ സാമ്പിൾ കിട്ടുന്നു 22 മാത്രം. ഓക്കെ അടിക്കുക, 22 വന്നു. ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്താൽ മതി അതിൻ്റെ സൈസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഡേറ്റ് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ആണ് ഈ താഴെ കൊടുത്ത ഈ ഹെഡിങ്സും ഈ താഴെയുള്ള ബ്ലാങ്ക് സെൽസും എനിക്ക് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഞാൻ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ഈ ഏരിയ കംപ്ലീറ്റ്. ഗോ ടു ഇൻസേർട്ട്, ക്ലിക്ക് ഓൺ ടേബിൾ, അതായത് വേർ ഇസ് എ ഡാറ്റ ഫോർ യുവർ ടേബിൾ. ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതാണ് റേഞ്ച് ഇവിടെ കാണിക്കുന്നത്. മൈ ടേബിൾ ഹാസ് എ ഹെഡേഴ്സ്, യെസ്, ഞാൻ ടിക്ക് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, പ്ലസ് ഫിൽറ്റർ ഓപ്ഷൻ വന്നു. ഇനി ടേബിളിന് ഒരു നെയിം കൊടുക്കണം. ബൈ ഡിഫോൾട്ട് ടേബിൾ 5 എന്ന് വരാം ജസ്റ്റ് ഇവിടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ബില്ലിംഗ് സിസ്റ്റമാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്പേസ് ഇട്ടിട്ട് ഞാൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നോക്കാം. എൻ്റർ ചെയ്തു, ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല, സ്പേസ് ഇല്ലാണ്ട് കൊടുക്കണം. അതുകൊണ്ട് വീണ്ടും ഞാൻ ബില്ലിംഗ് സിസ്റ്റം, ഓക്കെ, ഈ ഒരു ടേബിളിൻ്റെ പേര് ഞാൻ കൊടുത്തു, എൻ്റർ ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. ജസ്റ്റ് ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി ഇൻസൈഡ് ക്ലിക്ക് ചെയ്ത് വീണ്ടും വന്നു ഇവിടെ ബില്ലിംഗ് സിസ്റ്റം, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ പേര് കംപ്ലീറ്റ് ബില്ലിംഗ് സിസ്റ്റം ആയി.
ഇനി ഞാൻ കുറച്ച് റാൻഡം ഇൻവോയ്സ് ഞാൻ ഇൻസേർട്ട് ചെയ്യാണ് ഡേറ്റ് ഒക്കെ വെച്ചിട്ട്. ഇൻവോയ്സ് ഡേറ്റ് January 10. Invoice number 111, customer Mohan. Due date 22/2020, February 20. Invoice amount 2000, total paid 1000. ഇൻവോയ്സ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ആദ്യം വേണ്ടത് ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന സെല്ലിൽ കഴ്സർ വെക്കുക. ഇസ് ഈക്വൽ ടു ഇൻവോയ്സ് എമൗണ്ട് മൈനസ് ടോട്ടൽ പെയ്ഡ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടി. ഇവിടെ കഴ്സർ പ്ലേസ് ചെയ്യുന്ന നിങ്ങൾ ഫോർമുല ബാറിൽ കാണാം നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി വന്നത്. നമ്മൾ മുന്നത്തെ സെല്ലിൽ ബ്ലാങ്ക് സെല്ലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ A1 C1 അത് സെൽ നമ്പറാണ് കാണിക്കുക. ഇവിടെ എന്തുകൊണ്ട് ഇൻവോയ്സ് എമൗണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ കാണിച്ചത്? ബിക്കോസ് ഈ ഡാറ്റ പിക്ക് ചെയ്തത് ഈ ഒരു ടാബിൽ നിന്നാണ്. നമ്മൾ നേരത്തെ ഒരു ബില്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ വന്നത്. അല്ലെങ്കിൽ നോർമൽ മോഡലാണ് വരാം. അതായത് ഇത് ഏത് സെല്ലിനാണ് ഫോർ എക്സാമ്പിൾ ഇതുള്ളത് F12 ആണത്, അതേ കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത് എൻ്റർ ചെയ്തു. ഇനി അടുത്തതാണ് നമ്മൾ സ്റ്റാറ്റസിലുള്ള ഫോർമുല ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എങ്ങനെയുള്ളത് നോക്കാം. എനിക്ക് ഈ സ്റ്റാറ്റസിൽ 6 കാറ്റഗറി വേണം. ഫസ്റ്റ് വൺ ഈസ് എറർ. അതായത് നമ്മൾ ഡാറ്റ ഇവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് മിസ്സായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എറർ കാണിക്കണം, ഞാൻ ഡെമോയിൽ കാണിച്ചതുപോലെ. രണ്ടാമത്തതാണ് പെയ്ഡ് ഇൻ ഫുൾ. അതായത് കംപ്ലീറ്റ് എമൗണ്ട് കസ്റ്റമർ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെയ്ഡ് ഇൻ ഫുൾ കാണിക്കണം. മൂന്നാമത്തത് കറൻറ്റ്. അതായത് പാസ്റ്റ് ഡ്യൂ ആവാത്തതും പേയ്മെൻറ്റ് പെൻഡിങ് ഉള്ളതിനാണ് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ഡ്യൂ ടു ഡേ. അതായത് നമ്മുടെ സിസ്റ്റം ഡേറ്റും ഡ്യൂ ഡേറ്റും ഈക്വൽ ആണെങ്കിൽ ഡ്യൂ ടു ഡേ ആവണം. അഞ്ചാമത്തതാണ് പാസ്റ്റ് ഡ്യൂ. അതായത് ഓൾറെഡി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതാണ് പാസ്റ്റ് ഡ്യൂ ഉദ്ദേശിക്കുന്നത്. ആറാമത്തത് ആൻഡ് ഫൈനൽ വൺ ഓവർ പെയ്ഡ്. ബൈ മിസ്റ്റേക്ക് ഏതെങ്കിലും കസ്റ്റമർ 2000 പകരം 5000 അയച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കേസ് പോലെ അത് ഓവർ പെയ്ഡ്. അപ്പോൾ 6 കാറ്റഗറിയാണ് ഇവിടെ വേണ്ടത്. ഈ പറഞ്ഞ 6 കാറ്റഗറി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫോർമുല ബിൽഡപ്പ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് കാറ്റഗറി ആയ എറർ എന്ന കണ്ടീഷനാണ് ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കത് എങ്ങനെയാണുള്ളത് നോക്കാം. ഇസ് ഈക്വൽ ടു ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഓർ ഓപ്പൺ ബ്രാക്കറ്റ്. ഇവിടെ പറയുന്നത് ഇതാണെങ്കിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ, അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണിച്ച ഈ ഹെഡിങ്ങിൽ ഈ ഒരു ടാബിൾ കാണിച്ച ഇപ്പോൾ ഇൻവോയ്സ് എമൗണ്ട്, ഇൻവോയ്സ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ് അതൊക്കെ ബ്ലാങ്ക് ആണെങ്കിൽ എറർ കാണിക്കണം. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ഇൻവോയ്സ് ഡേറ്റിനേക്കാളും കുറവാണെങ്കിലും എറർ കാണിക്കണം. ഓക്കെ, ഞാൻ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫസ്റ്റ് ഇതാണ് ഇൻവോയ്സ് എമൗണ്ട് ഇസ് ഈക്വൽ ടു ബ്ലാങ്ക്, ഡബിൾ കോട്ട്, ഇത് ബ്ലാങ്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോമ. നെക്സ്റ്റ് ഇൻവോയ്സ് ഡേറ്റ് ഇസ് ഈക്വൽ ടു ബ്ലാങ്ക്, അതും ബ്ലാങ്ക് ആണെങ്കിൽ. മൂന്നാമത്തത് ഡ്യൂ ഡേറ്റ് ഇസ് ഈക്വൽ ടു ബ്ലാങ്ക്, കോമ. അടുത്തത് ഡ്യൂ ഡേറ്റ് ഈസ് ലെസ് ദാൻ ഇൻവോയ്സ് ഡേറ്റ്, ക്ലോസ് ദി ബ്രാക്കറ്റ്. അപ്പം ഇവിടുത്തെ ഒറ്റ കണ്ടീഷൻ കഴിഞ്ഞു. അതായത് ഈ ഒരു 3 കോളം ബ്ലാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റിനേക്കാളും ഇൻവോയ്സ് ഡേറ്റ് ലെസ് ആണെങ്കിൽ ഇത് എറർ കാണിക്കണം, കോമ. ഈ ഫസ്റ്റ് കാറ്റഗറി ആയ എന്താ ഇവിടെ പോപ്പ് ചെയ്യേണ്ടത്? ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ തരണം, ഡബിൾ കോട്ട് എറർ. ഓക്കെ, ക്ലോസ് ഡബിൾ കോട്ട്. നെക്സ്റ്റ് കോമ. ഇഫ് വാല്യൂ ട്രൂ ആണ് ഇങ്ങനെ, അതല്ലെങ്കിലോ ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഈക്വൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് പെൻഡിങ് എമൗണ്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, പെൻഡിങ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെയ്ഡ് ഇൻ ഫുൾ കൊടുക്കണം, കോമ പെയ്ഡ് ഇൻ ഫുൾ. റൈറ്റ്, അതായത് ഈക്വൽ ആണെങ്കിൽ പെയ്ഡ് ഇൻ ഫുൾ. രണ്ടാമത്തെ കാറ്റഗറി കഴിഞ്ഞു. മൂന്നാമത്തെ നോക്കാം, കോമ. ഇനി അഥവാ അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. ഇത് സബ്ബായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ലോജിക്ക് പോവാട്ടോ. ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഈസ് മോർ ദാൻ 0, അതായത് എന്തെങ്കിലും വാല്യൂ പെൻഡിങ് ഉണ്ടെങ്കിൽ, കോമ. പക്ഷേ ആ വാല്യൂ പെൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഡ്യൂ ഡേറ്റ് എത്രത്തോളം ആയിട്ടുണ്ട് അറിയണം. വീണ്ടും സബ്ബായിട്ട് പോകുന്നു. ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഈ M2 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യുക ഈസ് ലെസ് ദാൻ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ കറൻറ്റ്. അങ്ങനെ മൂന്നാമത്തെ കാറ്റഗറി ഇൻസേർട്ട് ചെയ്തു. റൈറ്റ്, ശ്രദ്ധിക്കുക ഇവിടെ ഇഫ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 0 ആണെങ്കിൽ പെയ്ഡ് ഇൻ ഫുൾ, അതല്ലെങ്കിലോ ഇഫ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഈസ് മോർ ദാൻ 0, അതിൽ എന്ത് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് തന്നെ
ഇപ്പോൾ കറണ്ട് ഡേറ്റിനേക്കാളും താഴെ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ കറണ്ട് എന്ന് കാണിക്കണം, കോമ. ഇനി നാലാമത്തെ കാറ്റഗറിയാണ് ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ടുഡേസ് ഡേറ്റ് ഈസ്, അതായത് കറണ്ട് ഡേറ്റ് ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ടുഡേ, ഇതങ്ങനെ തന്നെയാണല്ലോ വരാം. കാരണം ഡ്യൂ ഡേറ്റ് ഇന്ന് തന്നെ ആണെങ്കിൽ കറണ്ട് ഡേറ്റ് മാച്ച് ആണെങ്കിൽ ഇന്ന് തന്നെ ആയിരിക്കും ഡ്യൂ ഡേറ്റ്, അതുകൊണ്ട് ഡ്യൂ ടുഡേ നിട്ടത്. ഓക്കെ, കോമ. അഞ്ചാമത്തെ കാറ്റഗറിയായ പാസ്റ്റ് ഡ്യൂ ആണോ, അതായത് ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ടുഡേ ഡേറ്റ് ഈസ് മോർ ദാൻ ഡ്യൂ ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് ഡ്യൂ, പാസ്റ്റ് ഡ്യൂ. ഓക്കെ, ഇനി ഇവിടെ ക്ലോസ് ചെയ്യണം ബ്രാക്കറ്റ് 1 2 3. കാരണം ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ സെക്കൻഡ് കണ്ടീഷൻ മനസ്സിലാവും, കറണ്ട്, ഡ്യൂ ടുഡേ ആൻഡ് പാസ്റ്റ് ഡ്യൂ. ആ 3 കാറ്റഗറിക്കാണ് 3 ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ടത്. ഇനി ഫൈനൽ, കോമ, ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇസ് ലെസ്സർ ദാൻ 0, അതായത് മൈനസ് കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഓവർ പേ ചെയ്തിട്ടുണ്ടാവും കസ്റ്റമർ, അതുകൊണ്ട് ഓവർ പെയ്ഡ്, ഓവർ പെയ്ഡ്, ലെസ് ദാൻ 0 കാണിക്കുന്നത്, റൈറ്റ്. അതിനുശേഷം ക്ലോസ് ദി ബ്രാക്കറ്റ് 1 2 3 4, അത് 4 എണ്ണം. കാരണം ഇനീഷ്യലിട്ടിട്ട് മൊത്തം ബ്രാക്കറ്റ്, മെയിൻ ബ്രാക്കറ്റൊക്കെ ക്ലോസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. പോസിറ്റീവ് ഇവിടെ വന്നു, ആയി. ഇനി അതേപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഡേറ്റ് ഇടാണ്, കിട്ടും. ഡ്യൂ ടുഡേ വന്നു, റൈറ്റ്. കംപ്ലീറ്റ് ഇൻവോയ്സ് എമൗണ്ട് പേ ചെയ്യാണ്, 2000 പെയ്ഡ് ഇൻ ഫുൾ വന്നു, റൈറ്റ്. ഈ 2000 പകരം 3000 ബൈ മിസ്റ്റേക്ക് കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്തു, ഓവർ പെയ്ഡ് വന്നു. അപ്പോൾ എല്ലാ ഫോമുല ഇൻക്ലൂഡ് ആയി. നിങ്ങൾ ഈ കംപ്ലീറ്റ് ഫോമുല കോപ്പി ചെയ്തിട്ട് ഒരു വേർഡിലേക്ക് ഇട്ടിട്ട് കാറ്റഗറീസ് നിങ്ങൾ കറക്റ്റ് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഞാൻ കംപ്ലീറ്റ് കോപ്പി ചെയ്തു, ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഓരോ കാറ്റഗറി എൻ്റർ ചെയ്യുന്ന അവിടെ എൻ്റർ ചെയ്യുക. പെയ്ഡ് ഇൻ ഫുൾ എൻ്റർ ചെയ്തു, കറണ്ടിൻ്റെ അവിടെ കസർ വെക്കുക, എൻ്റർ ചെയ്തു. ഡ്യൂ ഡേറ്റ് എൻ്റർ ചെയ്തു, പാസ്റ്റ് ഡ്യൂ എൻ്റർ ചെയ്തു, ആൻഡ് ഓവർ പെയ്ഡ്. അപ്പം മൊത്തം 6 കാറ്റഗറി കാണാം. ഓരോ കാറ്റഗറിൻ്റെയും കണ്ടീഷന് ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും, ഇഫ് കണ്ടീഷൻസ്. അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്തതാണ് ഏജിങ് കോളത്തിൽ ഫോമുല ബിൽഡപ്പ് ചെയ്യാവുന്നത്. അപ്പം ഇവിടെ കേഴ്സർ പ്രൈസ് ചെയ്യാം, ഇസിക്കൽ ടു ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് സ്റ്റാറ്റസ് ഈസ് ഇസിക്കൽ ടു പാസ്റ്റ് ഡ്യൂ. പാസ്റ്റ് ഡ്യൂ ഉദ്ദേശിച്ചത് ഓൾറെഡി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ ഇൻവോയ്സ്, അങ്ങനത്തെ ഇത് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഓരോ ഏജിങ് വൈസിൽ. ഫസ്റ്റ് ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ദ കറണ്ട് ഡേറ്റ് മൈനസ് ഡ്യൂ ഡേറ്റ് ഈസ് ലെസ് ദാൻ 30, അതായത് ഡ്യൂ ഡേറ്റ് കറണ്ട് ഡേറ്റിനേക്കാളും മുമ്പേ ആണെങ്കിൽ, അതും 30 days ബിലോ ആണെങ്കിൽ 1 to 30 days ആയിരിക്കും ആ കാറ്റഗറി വരാം, കോമ. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് കറണ്ട് ഡേറ്റ് മൈനസ് ഡ്യൂ ഡേറ്റ് ഈസ് ലെസ് ദാൻ 60 ആണെങ്കിൽ 31 to 60 days ആയിരിക്കും, ക്ലോസ് ദി ഡബിൾ കോഡ്, കോമ. നെക്സ്റ്റ് ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് അത് കറണ്ട് ഡേറ്റ് മൈനസ് ഡ്യൂ ഡേറ്റ് ലെസ് ദാൻ 90 ആണെങ്കിൽ, കോമ, 61 to 90 days എന്ന കാറ്റഗറിയിൽ വരും. ഓക്കെ, ഇനി 3 കാറ്റഗറിയിലും പെട്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വരുന്നതാണ് 91+ days. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോമ കിട്ടിയ ശേഷം ജസ്റ്റ് ടൈപ്പ് 90+ days. ഓക്കെ, അപ്പോൾ എല്ലാ കാറ്റഗറിയും കഴിഞ്ഞു. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു ബ്രാക്കറ്റ് 1 2 3. കാരണം 3 സെറ്റ് ഓഫ് ഫങ്ഷൻസ് അപ്ലൈ ചെയ്തു. ഇഫ് 1 2 3. ഈ ഫസ്റ്റ് ഉള്ളത് ഇഫ് പാസ്റ്റ് ഡ്യൂ ആണെങ്കിൽ അവിടെ പറഞ്ഞത്, പാസ്റ്റ് ഡ്യൂ അല്ലെങ്കിലോ ജസ്റ്റ് ബ്ലാങ്ക് ആക്കിയിടാം. അതുകൊണ്ട് കോമ ഡബിൾ കോട്ട്, അതായത് ബ്ലാങ്ക് ഉദ്ദേശിക്കുന്നത് ക്ലോസ് ദി ബ്രാക്കറ്റ് സിംഗിൾ ആയിട്ട്. അത് ഇവിടെ ഓപ്പൺ ചെയ്ത് സിംഗിളാണ്, അതുകൊണ്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ മൊത്തം 4 ബ്രാക്കറ്റ് ക്ലോസ്ഡ് ആയി, 4 ബ്രാക്കറ്റ് ഓപ്പണും ആയി. എൻ്റർ. ഓക്കെ, അപ്പം ഏജിങ്ങിന് അണ്ടറിൽ ഫോമുല അപ്ലൈ ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ് അണ്ടറിലും കഴിഞ്ഞു, സ്റ്റാറ്റസും കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റാണ് ഫിൽറ്ററിങ് ക്രൈറ്റീരിയ. ഇതിൻ്റെ മെയിൻ പേർപ്പസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എങ്ങനെയാണ് സ്ലൈസറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ റോസിൻ്റെ കൗണ്ട് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണുള്ളത് നോക്കാം.
is equal to if open bracket aggregate എന്ന ഫംഗ്ഷനാണ്, ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. ലിസ്റ്റ് ഓഫ് സബ് ഫംഗ്ഷൻസ് കാണാം ഇവിടെ. അതിനുശേഷം എനിക്ക് വേണ്ട കൗണ്ട് എ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ സെല്ലിൽ റോസ് അല്ലെങ്കിൽ കോളത്തിൽ വാല്യൂ, അതായത് വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, ആൽഫ ന്യൂമറിക്കൽ, അതിൻ്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൗണ്ട് എ സെലക്ട് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ തന്നെ 3 വരും, കാരണം കൗണ്ട് എ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 ആണ്, അതുകൊണ്ടാണ്. കോമ ഇഗ്നോർ ഹിഡൻ റോസ്, എനിക്ക് ഹിഡൻ റോസ് ഒക്കെ ഇഗ്നോർ ചെയ്യണം. അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വരാം, കാരണം ഇത് റെപ്രസെൻറ്റ് 5 ആണ്. ചെയ്തു. കോമ നെക്സ്റ്റ് വയ്ക്കുന്ന അരയാണ്. ഏത് അരയെന്നാണ്? എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് എന്താ, ഈ ഒരു അരയെന്നാണ് വേണ്ടത്. കാരണം കംപ്ലീറ്റ് ഡാറ്റ ഇതിന് കാണിക്കേണ്ടത് എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് ബേസ്ഡ് റിപ്പോർട്ടാണ് സ്ലൈസറിൽ കാണിക്കേണ്ടത്. അത് ഏജിങ് ആയിക്കോട്ടെ, സ്റ്റാറ്റസ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഈക്വൽ ടു 1. ഞാൻ അത് ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് തന്നെ കറക്റ്റ് വ്യക്തമായത് എന്താ ഫോമുല ഉദ്ദേശിക്കുന്നുള്ളത്. കോമ 1, 0 ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇവിടെ പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള സെല്ലിൽ അല്ലെങ്കിൽ റോസിലെ കൗണ്ട്, അതായത് ടെക്സ്റ്റിൻ്റെതോ അല്ലെങ്കിൽ വാല്യൂവിൻ്റെ കൗണ്ട് ഈക്വലി 1 ആണെങ്കിൽ 1 ഇടാം, അതൊന്നുമില്ലെങ്കിൽ 0 ഇടാം, ബ്ലാങ്ക് ആണെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റർ ചെയ്തു 1 കാണിച്ചു. ഇവിടെ ബ്ലാങ്ക് അല്ല, ഇവിടെ വാല്യൂസ് ഉണ്ട്. ഇവിടെ ഫുള്ള് ബ്ലാങ്ക് അതുകൊണ്ട് 0 കാണിച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു താഴത്തേക്ക്. കംപ്ലീറ്റ് ഇതിന് ആപ്ലിക്കബിൾ ആയി. ക്ലിയർ? നമുക്ക് ഈ മുകളിലുള്ള സെക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് അതിന് ഓരോ ഹെഡിങ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. റെസ്പെക്റ്റീവ് ഏജ്, കൗണ്ട് ഓഫ് ഇൻവോയ്സ് ഉദ്ദേശിക്കുന്നത് എമൗണ്ട്, ഇവിടെ കറൻറ്റ് ഇൻവോയ്സസ്, ഇവിടെ പാസ്റ്റ് ഡ്യൂ ഇൻവോയ്സസ്. ഓക്കെ, ക്ലിയർ? ഇവിടെ റെസ്പെക്റ്റീവ് ഏജിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൗണ്ടും എമൗണ്ടും കാണാം. നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഫോമുല കൗണ്ട് ഇഫ്സ്. ഞാൻ കൗണ്ട് ഇഫ്സിനും സം ഇഫ്സിനും പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോമുല അപ്ലൈ വേണ്ടി പോവാണ്. ഫോമുല ഇൻസൈഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്യാണ്. ഇനി കംപ്ലീറ്റ് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ സം ഇഫ്സും കൗണ്ട് ഇഫ്സ് ഇടുമ്പോൾ ലാസ്റ്റ് ക്രൈറ്റീരിയ എന്തായാലും ഈ ഫിൽറ്റർ എന്നുള്ള ഈ ഒരു സെക്ഷൻ വരും. ഓക്കെ, ഈക്വൽ ടു കൗണ്ട് ഇഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് ക്രൈറ്റീരിയ റേഞ്ച്. ക്രൈറ്റീരിയ ഉദ്ദേശിക്കുന്നത് ഇതാണ്, 1 to 30 days ആണ്. അതിൻ്റെ റേഞ്ചാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. റേഞ്ച് ഏജ് എന്നുള്ളതിലാണ് അത് വരാം. കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. കോമ ക്രൈറ്റീരിയ ഇത് സെലക്ട് ചെയ്തു, അതായത് ഏജിന് അണ്ടറുള്ള ഫസ്റ്റ് സെല്ലായ B5 സെലക്ട് ചെയ്തു. കോമ നെക്സ്റ്റ് ഇതിൽ ഫൈനൽ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു ഈ ഫിൽറ്റർ എന്നുള്ള കോളാണ്. അതിൻ്റെ ക്രൈറ്റീരിയ റേഞ്ച് 2, അതിൻ്റെ റേഞ്ചാണിത്. കോമ അതിൻ്റെ ക്രൈറ്റീരിയ ഫസ്റ്റ് സെല്ല് ഫിൽറ്ററിന് അണ്ടറിൽ. ഓക്കെ, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഫോമുല അപ്ലൈ ചെയ്ത് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ഡൗൺ ചെയ്തു. ഇവിടെ 0 കാണിക്കാൻ കാരണം ഇവിടെ ഏജിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി എമൗണ്ട് ഉദ്ദേശിക്കുന്നത് സം ആണ്. അപ്പം സം ഇഫ്സ് ഈസ് ഈക്വൽ ടു സം ഇഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് സം റേഞ്ച് ചോദിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കാണിക്കേണ്ട ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. കോമ നെക്സ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച്, വീണ്ടും ഇതാണ് ക്രൈറ്റീരിയ ഏജിൻ്റെ. കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. കോമ ക്രൈറ്റീരിയ B5, കോമ നെക്സ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച് 2 ഫിൽട്ടർ, അതായത് ലാസ്റ്റ് ക്രൈറ്റീരിയ ആണ്. കോമ ക്രൈറ്റീരിയ ഫിൽട്ടറിൻ്റെ ഫസ്റ്റ് സെൽ, ക്ലോസ് ദി ബ്രാക്കറ്റ്, ജസ്റ്റ് ഡ്രാഗ് ചെയ്തു. അപ്പം ഇത് സെറ്റായി. നെക്സ്റ്റാണ് കറൻറ്റ് സെക്ഷൻ, അതായത് കറൻ്റ്ലി ഇപ്പോൾ റൺ ചെയ്യുന്ന ഇൻവോയ്സ് പാസ്റ്റ് ഡ്യൂ അല്ലാത്തത് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് കഴിയാത്തത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡ്യൂ ഡേറ്റ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഡ്യൂ ഡേറ്റ് ആവാൻ ചാൻസ് ഉള്ളതും ഉണ്ടാവും. അപ്പം അത് രണ്ടാണ് ഈ കറൻറ്റ് സെക്ഷനിൽ വരിക, കറൻറ്റും ഡ്യൂ ടു ഡേ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇൻവോയ്സ് കൗണ്ട് എടുക്കാത്തുണ്ടെന്നുള്ളത് സിക്കൽ ടു കൗണ്ട് ഇഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് ക്രൈറ്റീരിയ റേഞ്ച്. ക്രൈറ്റീരിയ റേഞ്ച് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്റ്റാറ്റസ് ആണ്. കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, കാരണം ഇതിൻ്റെ അണ്ടറിലാണ് ആ കാറ്റഗറി വരുന്നത്, ഡ്യൂ ടു ഡേ കറൻ്റൊക്കെ. കോമ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ഡബിൾ കോഡ് കറൻറ്റ് ഡബിൾ കോഡ് കോമ. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ നെക്സ്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് ഫിൽട്ടർ ക്രൈറ്റീരിയ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ക്രൈറ്റീരിയ റേഞ്ച് 2 കംപ്ലീറ്റ് ഫിൽട്ടർ സെലക്ട് ചെയ്തു. കോമ ക്രൈറ്റീരിയ 2 ഫിൽട്ടറിൻ്റെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ക്ലോസ് ദി ബ്രാക്കറ്റ് പ്ലസ്. ഇനി അടുത്ത കൗണ്ട് ഇഫ്സ് കൊടുക്കുകയാണ്, കാരണം ഇവിടെ കറണ്ട് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ, കാരണം ഇവിടെ കറണ്ട് എന്നുള്ള ക്രൈറ്റീരിയ മാത്രം കൊടുത്തുള്ളൂ. ഇനി അടുത്തത് കൊടുക്കേണ്ടത് ഡ്യൂ ടുഡേയും കൂടിയും കൊടുക്കണം. സെയിം വേ കൗണ്ട് ഇഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് ക്രൈറ്റീരിയ റേഞ്ച് സ്റ്റാറ്റസ് കൊടുത്തു. കോമ ഡബിൾ കോട്ട് ഡ്യൂ ടുഡേ
ക്ലോസ് ദി ഡബിൾ കോട്ട്, കോമ, ലാസ്റ്റ് ക്രൈറ്റീരിയ ഫിൽട്ടർ എന്നുള്ള കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, കോമ, ക്രൈറ്റീരിയ ഫിൽട്ടർ ഫസ്റ്റ് സെൽ, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ. അപ്പം ഇവിടെ സെറ്റായി. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് കൗണ്ട് ഇഫ്സിന് വരെ സം ഇഫ് ആണ്, കാരണം ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ചോദിക്കുന്നത്, ടോട്ടൽ എമൗണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിക്കൽ ടു സം ഇഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് സം റേഞ്ച്, മെയിനായിട്ട് ഇത് കാണിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് നോക്കാം, കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം, കോമ, ക്രൈറ്റീരിയ റേഞ്ച് 1, അതായത് സ്റ്റാറ്റസ് ഏതാണെന്നുള്ളത്, സ്റ്റാറ്റസ് റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, കോമ, ക്രൈറ്റീരിയ 1 കറൻറ്റ്, അതേപോലെ തന്നെ ക്ലോസ് ദി ബ്രാക്കറ്റ്, കോമ, ക്രൈറ്റീരിയ റേഞ്ച് 2 ഫിൽട്ടർ, കോമ, ക്രൈറ്റീരിയ 2 ഫിൽട്ടർ ഫസ്റ്റ് സെൽ, ക്ലോസ് ദി ബ്രാക്കറ്റ്, പ്ലസ് സം ഇഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് സം റേഞ്ച് ഔട്ട്സ്റ്റാൻഡിങ്, കോമ, criteria range 1 status, comma, criteria due today, past due over the due today, close the double quote, comma, final criteria filter എന്നുള്ള range select ചെയ്യുക, comma, filter first cell, close the bracket. അപ്പം ഇവിടെ അതും സെറ്റായി. സെയിം വേ പാസ്റ്റ് ഡ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പാസ്റ്റ് ഡ്യൂ ഉദ്ദേശം എന്താണ്? ഓൾറെഡി ക്ലോസ്ഡ് ആയത്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞത്, അതിൽ വേറൊന്നും വരില്ല, പാസ്റ്റ് ഡ്യൂ മാത്രം വരുള്ളൂ, കറണ്ട് വരില്ല, ഡ്യൂ ടുഡേ വരില്ല, റൈറ്റ്? അപ്പം അതെന്താണെന്ന് മാത്രം നമുക്ക് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ കൗണ്ട് എടുക്കാം, സെയിം കൗണ്ട് ഇഫ്സ് തന്നെയാണ്, കൗണ്ട് ഇഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് ക്രൈറ്റീരിയ റേഞ്ച് 1 സ്റ്റാറ്റസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, കോമ, ക്രൈറ്റീരിയ ഡബിൾ കോട്ട് പാസ്റ്റ് ഡ്യൂ, ക്ലോസ് ദി ഡബിൾ കോട്ട്, കോമ, ക്രൈറ്റീരിയ റേഞ്ച് 2 ഏറ്റവും ഫൈനൽ ക്രൈറ്റീരിയ ഫിൽട്ടർ എന്നുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക, കോമ, ക്രൈറ്റീരിയ ഫിൽട്ടറിൻ്റെ ഫസ്റ്റ് സെൽ, ക്ലോസ് ദി ബ്രാക്കറ്റ്, സെറ്റായി. കാരണം ഇവിടെ വേറെ ഒന്നുമില്ല, പാസ്റ്റ് ഡ്യൂ മീൻസ് പാസ്റ്റ് ഡ്യൂ, പക്ഷേ കറണ്ടിൻ്റെ കേസിൽ കറണ്ടും വരും ഡ്യൂ ടുഡേയും വരും, അതുകൊണ്ടാണ് രണ്ടെണ്ണം അവിടെ വന്നത്. ഓക്കെ, ഈ ഇൻവോയ്സ് എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്, ഇസിക്കൽ ടു സം ഇഫ്സ് സം റേഞ്ച്, ഔട്ട്സ്റ്റാൻഡിങ് റേഞ്ച് ആണ്, കോമ, ക്രൈറ്റീരിയ റേഞ്ച് സ്റ്റാറ്റസ് റേഞ്ച് ആണ്, കോമ, ക്രൈറ്റീരിയ ഡബിൾ കോഡ് ഇട്ട് പാസ്റ്റ് ഡ്യൂ ടൈപ്പ് ചെയ്യാം, ക്ലോസ് ദി ഡബിൾ കോഡ്, കോമ, ഫൈനൽ ക്രൈറ്റീരിയ ആയ ഫൈനൽ ആർഗ്യുമെൻറ്റ്സ് ആയ ഫിൽട്ടർ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, കോമ, ലാസ്റ്റ് ചോദിക്കുകയാണ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്, ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ, സെറ്റായി, റൈറ്റ്? ഇനി അടുത്ത സെക്ഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നെക്സ്റ്റ് 7 days നെക്സ്റ്റ് 80 days എത്ര ക്യാഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ഫോമുല സമ്മിഫ്സ് ഫോമുല ബിൽഡപ്പ് ചെയ്യുന്നത്, അത് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ബിൽഡപ്പ് ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഇസിക്കൽ ടു സമ്മിഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് സം റേഞ്ച് അതായത് ഔട്ട്സ്റ്റാൻഡിങ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, കോമ, ക്രൈറ്റീരിയ റേഞ്ച് 1 അതായത് നെക്സ്റ്റ് 7 days ഉദ്ദേശിക്കുന്ന ഡ്യൂ ഡേറ്റുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഡ്യൂ ഡേറ്റ് കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക ആസ് എ റേഞ്ച്, കോമ, ക്രൈറ്റീരിയ 1 ഡബിൾ കോട്ട് മോർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു, ക്ലോസ് ദി ഡബിൾ കോട്ട്, ആൻഡ് ഉദ്ദേശിക്കുന്നത് ഷിഫ്റ്റ് 7 ആണ്, ആൻഡ് ടുഡേയ്സ് ഡേറ്റ് അതായത് കറണ്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ, നെക്സ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച് 2 വീണ്ടും ഡ്യൂ ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ, ക്രൈറ്റീരിയ 2 ഡബിൾ കോട്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു, ക്ലോസ് ദി ഡബിൾ കോട്ട്, വീണ്ടും ആൻഡ് ഇൻസേർട്ട് ചെയ്യുക, ഓപ്പൺ ബ്രാക്കറ്റ് കറണ്ട് ഡേറ്റ് പ്ലസ് 6 ക്ലോസ് ദി ബ്രാക്കറ്റ്, കോമ, ഫൈനൽ ക്രൈറ്റീരിയ ഫിൽട്ടർ എന്നുള്ള കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ക്രൈറ്റീരിയ റേഞ്ച്, കോമ, ക്രൈറ്റീരിയ 3 ഫസ്റ്റ് സെല്ല് ഫിൽട്ടറിൻ്റെ സെലക്ട് ചെയ്യുക, ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണെന്നുള്ളത്. അപ്പം സമ്മിഫ്സിനെ പറ്റി ബേസിക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും സെർച്ച് ചെയ്യാൻ എൻ്റെ മുന്നത്തെ വീഡിയോ കാണാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഇവിടെ പറയുന്നത് നെക്സ്റ്റ് 7 days ഉള്ളിൽ എത്ര ക്യാഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ക്രൈറ്റീരിയ നോക്കി ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, മോർ ദാൻ ഈസ് ഈക്വൽ ടു ആൻഡ് M2, അതായത് M2 ഉദ്ദേശിക്കുന്നത് ഈ ഒരു കറണ്ട് ഡേറ്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മോർ ദാൻ അതായത് കറണ്ട് ഡേറ്റിനേക്കാളും കൂടുതലും അല്ലെങ്കിൽ ഈക്വലുമായതും, അതുപോലെ തന്നെ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്രൈറ്റീരിയയിൽ ലെസ് ദാൻ ഈസ് ഈക്വൽ ടു M2 + 6, അതായത് M2 + 6 ഉദ്ദേശിക്കുന്നത് ഈ കറണ്ട് ഡേറ്റ് പ്ലസ് 6 days, അപ്പോൾ ടോട്ടൽ 7 days ലെസർ ദാനുമായി, അതായത് നെക്സ്റ്റ് 7 days ഓർ വിത്തിൻ 7 days എത്ര ക്യാഷ് പ്രതീക്ഷിക്കാമെന്ന് ഈ ഫോമിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു,
ഇവിടെ മൈനസ് വാല്യൂ കാണിക്കാൻ കാരണം ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് മൈനസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 2-3 എക്സാമ്പിൾ പോസിറ്റീവ് വാല്യൂ കാണിച്ചിട്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതിനകത്ത് നെക്സ്റ്റ് 30 ഡേയ്സ് സെയിം ഫംഗ്ഷൻ ആണ് അപ്ലൈ ചെയ്യുക, ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. എന്താ കാണാം നമുക്ക്. നെക്സ്റ്റ് 30 ഡേയ്സ് റൈറ്റ് ഇസ് ഈക്വൽ ടു സം ഇഫ്സ് ഓപ്പൺ ബ്രാക്കറ്റ് സം റേഞ്ച് ഔട്ട്സ്റ്റാൻഡിംഗ് റേഞ്ച് കൊടുത്തു കോമ ക്രൈറ്റീരിയ റേഞ്ച് 2 ഡ്യൂ ഡേറ്റിന് റേഞ്ച് കൊടുത്തു കോമ ക്രൈറ്റീരിയ 1 ഡബിൾ കോട്ട് മോർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ക്ലോസ് ഡബിൾ കോട്ട് ആൻഡ് ടുഡേസ് ഡേറ്റ്, അത് കറണ്ട് ഡേറ്റ് സെലക്ട് ചെയ്തു കോമ നെക്സ്റ്റ് ക്രൈറ്റീരിയ വീണ്ടും ഡ്യൂ ഡേറ്റ് സെലക്ട് ചെയ്തു ആസ് എ ക്രൈറ്റീരിയ റേഞ്ച് കോമ criteria 2 double quote less than or is equal to close the double quote and open bracket current date plus 29. ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നേരത്തെ 6 ആയിരുന്നു, ടുഡേസ് ഡേറ്റ് പ്ലസ് 6 ടോട്ടൽ 7 ഡേയ്സ്, ടുഡേസ് ഡേറ്റ് പ്ലസ് 29 ടോട്ടൽ 30 ഡേയ്സ്. ഓക്കെ, 29 ക്ലോസ് ദി ബ്രാക്കറ്റ് കോമ ഈ ഫൈനൽ ക്രൈറ്റീരിയ ഫിൽട്ടർ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ ഫിൽട്ടറിൻ്റെ ഫസ്റ്റ് സെൽ ക്ലോസ് ദി ബ്രാക്കറ്റ്. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ഫോമുല ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് സിമ്പിളായിട്ട് സ്ലൈസറും കൂടി ഇൻസേർട്ട് ചെയ്യാം. അത് വളരെ സിമ്പിളാണ്, നമുക്ക് അതിനുള്ളത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഈ കംപ്ലീറ്റ് ടാബിൽ സെലക്ട് ചെയ്യാം. ഗോ ടു ഇൻസേർട്ട്, ഇവിടെ കാണാം സ്ലൈസർ. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സ്ലൈസറാണ് വേണ്ടത്? എനിക്ക് വേണ്ടത് സ്റ്റാറ്റസും ഏജിങ്ങും ആണ്. ഓക്കെ, അത് മാത്രം മതി. ബാക്കിയുള്ള കസ്റ്റമേഴ്സൊക്കെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് ഏജിങ്ങും സ്റ്റാറ്റസും മാത്രം മതി. അത് ഓക്കെ അടിച്ചെന്ന് ഇവിടെ സ്ലൈസർ വന്നു 2 റൈറ്റ്. നമുക്കത് ഏത് രീതിയിലും ഡിസൈൻ ചെയ്യാം. ഇവിടെ ഡിസൈൻസ് ഉണ്ട്. എനിക്കിതിന് അലൈൻമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്കിത് ഒരു 2 ഭാഗമായിട്ട് കാണിക്കണം ഫസ്റ്റ് റോ തന്നെ. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളത്തിന് അവിടെ 1 ഉള്ളത് 2 ആക്കിയാൽ മതി. ഈ ഒരു ഓപ്ഷനിൽ തന്നെ ഉണ്ടാവും റൈറ്റ് സൈഡ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് വരും. അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് 2 അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 കാണിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ സൈസ് ഒന്ന് അലൈൻ ചെയ്തിട്ട് നമുക്കിത് ഡ്രാഗ് ചെയ്തിട്ട് അവിടത്തേക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. ജസ്റ്റ് ഒന്ന് ഇട്ടു. ഓക്കെ, ഞാൻ റാൻഡംലി കുറച്ച് ഇൻവോയ്സ് അടിക്കാൻ പോകാം. അപ്പം കറക്റ്റ് ക്ലിയർ പിക്ചർ കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ഫോമിൽ ഇൻബിൽഡ് ചെയ്തു. നമുക്ക് ഇൻപുട്ട് കൊടുക്കാം കുറച്ച്. ഓക്കെ, ഞാൻ ജസ്റ്റ് 2300 ജസ്റ്റ് 1000 മാറ്റുന്നു. പോസിറ്റീവ് തന്നെ ആക്കി. ഇവിടെ കംപ്ലീറ്റ് മാറുന്നത് കാണാം. കറന്റ് ഡേറ്റിലേക്ക് മാറി. ഇനി നമ്മളിവിടെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ഇവിടെ ഫോമുല ഓൾറെഡി ഇൻസേർട്ട് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് മുന്നിലുള്ള ഫോമുല ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ഡൗൺ ചെയ്യാം. അതുപോലെ തന്നെ ഏജിംഗ് വൈസിലും ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ഡൗൺ ചെയ്യാം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് 2 ഇൻവോയ്സ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 3/3/2020. ഓക്കെ, ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നത് കാണാൻ പറ്റും. നമ്പർ ഓഫ് ഇൻവോയ്സസ്, നമ്പർ ഓഫ് എമൗണ്ട്, അണ്ടർ കറണ്ട്, അണ്ടർ പാസ്റ്റ്, അതേപോലെ തന്നെ ഏജിംഗ് വോയിസ് ഡീറ്റെയിൽസ് മാറുന്നതൊക്കെ കാണാം. ഓക്കെ, 1 2 3 ഇൻവോയ്സ് നമ്പർ മിസ്റ്റർ അലി. ഡ്യൂ ഡേറ്റ് ഞാൻ 5/4/2020 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ വാല്യൂ 10,000 എൻ്റർ ചെയ്തു. മാറുന്നുണ്ടല്ലേ. പേ ചെയ്തത് 5,000 ആണ്. ബാലൻസ് 5,000 ആണ്. 31 to 60 ഡേയ്സ് ആണ് ഇതിൻ്റെ പീരീഡ്. ഇപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 31 to 60 ഡേയ്സ് ആയി എന്നുള്ളത്. ഇത് ഓൾറെഡി പാസ് ഡ്യൂ ആയിട്ടുണ്ട്. കാരണം ഡ്യൂ ഡേറ്റ് ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ. കാരണം ഈ മാസം നോക്കൂ 22 മെയ് ആയി. ഇത് ലാസ്റ്റ് ഏപ്രിൽ മാസത്താണ്. ഇവിടെ പാസ് ഡ്യൂ ഓട്ടോമാറ്റിക്കലി വന്നു. ഇനി നെക്സ്റ്റ് അടിച്ച് നോക്കാം. 1/5/2020 ജോൺ. ഡ്യൂ ഡേറ്റ് ഞാൻ 25/5/2020 കൊടുത്തു. അതായത് ഡ്യൂ ഡേറ്റ് ക്ലോസ് ആയിട്ടില്ല. 2000 പേ ചെയ്തു. കറണ്ട് കാണിച്ചു. ഇപ്പം ഞാൻ 2000 ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ ജോൺ എന്ന വ്യക്തി ക്യാഷ് തരാണ്. അപ്പോൾ 2000 ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയ്ഡ് ഇൻ ഫുള്ള് വന്നു. ഇപ്പോൾ ഇൻ കേസ് 3000 ബൈ മിസ്റ്റേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓവർ പെയ്ഡ് ആയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 500 മാത്രം തന്നിട്ടുള്ളൂ. 500 1500 പെൻഡിങ് ആയി. അത് കറണ്ടിൽ വന്നു. അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ഞാൻ ജസ്റ്റ് 2 ആക്കി, ഫെബ്രുവരി ആക്കി എൻ്റർ ചെയ്തു. 61 to 90 ഡേയ്സിലേക്ക് മാറി. റൈറ്റ്. അപ്പോൾ ഇതുവരെ എടുത്ത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമർ വൈസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ജോൺ ആണെങ്കിൽ ജോൺ മാത്രം ടൈപ്പ് ചെയ്താൽ മതി, എൻ്റർ ചെയ്താൽ മതി. അത് മാത്രം വന്നു. ജോണിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ജസ്റ്റ് അൺഫിൽട്ടർ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ലൈസറും നിങ്ങൾക്ക് ഉപകരിക്കും. ഇപ്പോൾ ഫോർ ടൈമിംഗ് ഞാൻ ജസ്റ്റ് 2 സ്ലൈസർ മാത്രം ഇൻസേർട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസർ വീണ്ടും ഇൻസേർട്ട് ചെയ്യാം. ഗോ ടു ഇൻസേർട്ട്, ഗോ ടു സ്ലൈസർ. ഇനി കസ്റ്റമറും കൂടി വേണം. ഓക്കെ അടിച്ചു. കസ്റ്റമർ ലിസ്റ്റ്. ഇപ്പോൾ അലി മാത്രം സെലക്ട് ചെയ്ത് മാത്രം വന്നു. ജോൺ മാത്രം സെലക്ട് ചെയ്ത് മാത്രം, മോഹൻ മാത്രം വന്നു. ഓക്കെ, പക്ഷേ ഈ സ്ലൈസറിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1000 കസ്റ്റമർ ഉണ്ടെങ്കിൽ, ഒരു 2000 കസ്റ്റമർ ഉണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി ആ കസ്റ്റമർ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ
ഇവിടെ തന്നെ നിങ്ങൾ സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും, അവിടെ സെർച്ച് ചെയ്യുക, എൻ്റർ ചെയ്താൽ മതി. ഓക്കെ. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് ലാസ്റ്റ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, എനിക്ക് ഈ ഒരു പാനൽ മാത്രം, മുകളിലെ പാനൽ മാത്രം, ഹെഡിങ്സ് മാത്രം ഫ്രീസ് ചെയ്ത് വെക്കണം. കാരണം ഒരു 500,000 എബോ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹെഡിങ്സ് അവിടെ ഫ്രീസ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. ഹെഡിങ്സിന് തൊട്ട് താഴെയുള്ള റോസ് ഉണ്ടല്ലോ, ഫസ്റ്റ് റോസ്, അവിടെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, അതായത് 12th എന്നുള്ള റോ ഇവിടുത്തെ കേസിൽ. ശേഷം ഗോ ടു വ്യൂ, ഫ്രീസ് പാൻസ് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോവാണ്. അങ്ങനെ ഈ ടോപ്പിലുള്ള പാനൽ അവിടെ ഫ്രീസ് ആയി, അതുപോലെ തന്നെ ഹെഡിങ് ഫ്രീസ് ആയി. നമുക്ക് എത്ര ഇൻവോയ്സ് വേണമെങ്കിലും ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.